നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് എ ന്യൂ വേൾഡ് ആൻഡ് ന്യൂ ജനറേഷൻ ബേസ്ഡ് ഓൺ അതിചാരം. ജൂപ്പിറ്ററിൻ്റെ അതിചാരത്തെ ബേസ് ചെയ്തിട്ട് പുതിയ ലോകവും പുതിയ തലമുറയും അടുത്ത 2025 മുതൽ 2032-33 കാലയളവ് വരെ എന്തൊക്കെ വിഷയങ്ങളിലൂടെ കടന്നു പോകാം എന്നുള്ളത് എൻ്റെ ഒരു ചെറിയ രൂപരേഖ നമുക്ക് നോക്കാം. വാസ്തവത്തിൽ എൻ്റെ ഒരു അസ്ട്രോളജി ക്ലാസ്സസും ആയിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു ഏരിയയാണിത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മണ്ടേൻ അസ്ട്രോളജിയുടെ ഒരു രീതി വെച്ചിട്ട് ആൾക്കാർ പല രീതിയിൽ എന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ജ്യോതിഷത്തിൽ വ്യാഴത്തിൻ്റെ അതിചാരം വരുന്ന സമയത്ത് അതൊരു ഗ്രഹം എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു സൂചകൻ എന്നുള്ള രീതിയിൽ ജ്ഞാനം, ധാർമ്മികത, നീതി, വികാസം, സാമ്പത്തിക ഭദ്രത, വിശ്വാസ പ്രമാണങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അസാധാരണത്വം, അസാധാരണപരമായിട്ടുള്ളൊരു യാത്ര ജ്യോതിഷ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രാധാന്യം ഉള്ള ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ അതിചാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ പോയി കാണുക. പക്ഷേ അതൊരു നിയമം തെറ്റിക്കലാണ്. വ്യാഴം സ്വാഭാവികമായിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്പീഡിനെ മാറ്റിയിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പം ഒരു നിയമം തെറ്റുന്ന രീതിയിലുള്ള ഒരു ഇല്യൂഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അതിവേഗ സഞ്ചാരം വ്യാഴത്തിൻ്റെ കാരകത്വത്തിൽപ്പെട്ട ഞാൻ മുന്നേ പറഞ്ഞ ധാർമ്മികതയും ഈശ്വരീയതയും ഉൾപ്പെടുന്ന പല വിശ്വാസ പ്രമാണങ്ങളിലും വ്യതിചലനങ്ങൾ വരും. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ധൃതി പിടിച്ച് പഠിക്കുന്നത് പോലെയാണത്. ധാരാളം ഇൻഫർമേഷൻസ് കയറും, പക്ഷേ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുകയില്ല. ഇല്യൂഷൻസ് ഓഫ് പ്രോഗ്രസ്, അതായത് വളർച്ചയെ കുറിക്കുന്ന ഒരു മിഥ്യാബോധം ആൾക്കാരിൽ ജനിക്കും. പക്ഷെ അതിൻ്റെ അടിത്തറ ദുർബലമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നോക്കാം. നാം ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ള അതിചാരം എന്ന് പറയുന്നത് ഒരു നീണ്ട ഘട്ടത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ട് കാണാം. 2020 ഇത് വന്നിരുന്നു. ഈ അതിചാര സമയത്തായിരുന്നു കോവിഡ് എന്ന മഹാമാരി സംഭവിച്ചിരുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇപ്പം ഏകദേശം 2025 മുതൽ 2032-33 വരെ വ്യാഴം ഇങ്ങനെ മിക്ക വർഷങ്ങളിലും അതിചാരത്തിൽ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഏറ്റവും അവസാനം ഈ വീഡിയോ സീരീസിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. ജ്യോതിഷ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷപരമായിട്ട് ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു അതിചാര കാലഘട്ടം ചരിത്രത്തിൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ കാലയളവ് നമ്മൾ നിരീക്ഷിച്ചാൽ വലിയ മാറ്റം ലോകത്തിന് കാരണമാകുന്ന, ലോകം വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. മഹാഭാരത യുദ്ധം നടന്ന സമയത്ത്, പല ആധുനിക യുദ്ധങ്ങൾ നടന്ന സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധം നടന്ന കാലം, കോവിഡ് മഹാമാരി വന്ന സമയം, ഈ പറഞ്ഞ കാലങ്ങളൊക്കെ വ്യാഴം ഇപ്പോഴുള്ളതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു അതിചാര കാലയളവിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഇതൊരു പുതിയ ലോകക്രമമാണ്, ഒരു ന്യൂ വേൾഡ് ഓർഡർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതൊരു ന്യൂ വേൾഡ് കെയോസ് ആണെന്ന് വേണേൽ പറയാം. കാരണം ഒരു അരാജകത്വം വരും. ആ അരാജകത്വം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുത്ത് നിരീക്ഷിച്ച് നോക്കാം. ആ അരാജകത്വത്തിലൂടെ, ആ കെയോസിലൂടെ ഒരു പുതിയ ലോകം അല്ലെങ്കിൽ ഒരു പുതിയ കാലഘട്ടം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. 2033 ശേഷമുള്ള ലോകം എന്ന് പറയുന്നത് 2025 നമ്മൾ ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പോലെയല്ല. 1990 കാലങ്ങൾ മുതൽ ഒരു 2010-15 കാലം വരെയുള്ള ഒരു ദീർഘയാത്രയിൽ ഒരു വലിയ പുരോഗതിയുടെ ഒരു കാലമായിരുന്നു. വലിയ തിരിച്ചടികളും വലിയ പ്രശ്നങ്ങളും ലോകത്തിൻ്റെ ബൂമിങ്ങിനെ തടുക്കുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്.
ടെററിസം പോലുള്ള സാധനങ്ങൾ, പലതരത്തിലുള്ള യുദ്ധങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലോകം മൊത്തത്തിൽ ഒരു അരാജകത്വത്തിലേക്ക് പോകുന്ന കാലയളവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വരാൻ പോകുന്ന 2025 മുതൽ 2033 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു അരാജകത്വത്തിലൂടെയുള്ള ലോകത്തിൻ്റെ ഒരു പുനഃക്രമീകരണം നടക്കുന്നു. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ജിയോ പൊളിറ്റിക്സ് ആൻഡ് എക്കോണമി. രാഷ്ട്രീയവും സാമ്പത്തികവും അധികാരമാറ്റങ്ങൾ ലോകത്തുണ്ടാവും. പ്രത്യേകിച്ച് പഴയ ലോകക്രമം, സഖ്യങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യങ്ങൾ, ഉടമ്പടികൾ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടമ്പടികളും സഖ്യം ചേരുന്നതും ഇതൊക്കെ വ്യാഴത്തിൻ്റെ കാരകത്വത്തിൽ, 11th ഹൗസിൻ്റെ കാരകനല്ലേ വ്യാഴം, അതെല്ലാം വളരെ വേഗത്തിൽ അപ്രസക്തമാകും. പല ഉടമ്പടികളും റദ്ദ് ചെയ്യും, പല കരാറുകളും ലംഘിക്കപ്പെടും, വളരെ അടുത്ത് നിന്ന് പല രാജ്യങ്ങളും മാറും, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2025 മുതൽ 2032-33 കാലയളവിൽ യുദ്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് കേൾക്കുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ ഒതുങ്ങും. ഇതൊരു പുതിയ ലോകത്തിൻ്റെ ഭൂപടം വരെ വരച്ചേക്കാം, പുതിയ രാജ്യങ്ങളിലെ ഭൂപടങ്ങൾ വന്നേക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. നമ്പർ 2 എന്ന് പറയുന്നത് സാമ്പത്തിക അസ്ഥിരതയാണ്. സമ്പദ് വ്യവസ്ഥയിൽ അതിവേഗമുണ്ടാകുന്ന ബൂംസ്, ഉയർന്ന് വരുന്ന ഇത്, അതിലും വേഗത്തിലുള്ള തകർച്ചകൾ, ബേസ്റ്റ് ആവുന്ന ഒരുപാട് വിഷയങ്ങൾ. ഈ സാമ്പത്തിക വിചക്ഷണന്മാരൊക്കെ പറയുന്ന എക്കോണമിക് ബബിൾസ് എന്നൊക്കെ പറയും. ഇങ്ങനെ വലുതായിട്ട് കാണിക്കും, വലിയ വലിയ സംഭവങ്ങൾ കാണിക്കും, ഇപ്പോൾ വരാൻ പോകുന്നു, ഇങ്ങനെ വരാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു അസ്ഥിരത വളരെ വലുതായിരിക്കും. പ്രത്യേകിച്ച് ടെക്നോളജി, AI തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വലിയ വലിയ കാര്യങ്ങൾ രൂപപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ പരമ്പരാഗത ബാങ്കിങ് സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാതാവുന്ന അവസ്ഥകൾ വരും. ഇപ്പം തന്നെ കണ്ടില്ലേ, വ്യാഴത്തിൻ്റെ കാരകത്വത്തിലാണ് ഗോൾഡ് വരുന്നത്. ഗോൾഡിന് ഒരിക്കലുമില്ലാത്ത വിലയിലേക്ക്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിലയിലേക്ക് ഗോൾഡ് എത്തിയിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ അതിചാര സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വളരെ വേഗത്തിൽ അത് ഉയർന്നു തുടങ്ങി. അതുപോലെ തന്നെ ബാങ്കിങ് സംവിധാനങ്ങൾക്കൊക്കെ വലിയ വെല്ലുവിളികൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജ പുരോഗതിയാണ്. രാജ്യങ്ങൾ, വലിയ വലിയ രാജ്യങ്ങൾ, പുരോഗമന രാജ്യങ്ങൾ, പുരോഗതിയിലെത്തിയ രാജ്യങ്ങൾ പലതും തകർന്നു വീഴും. വലിയ വലിയ രാജ്യങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരും. അവരുടെ ജനതയെ എങ്ങനെ സാമ്പത്തിക പുരോഗതി കാണിച്ച് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള വ്യാജ പുരോഗതികൾ കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ആ പുരോഗതിക്കൊന്നും ആഴമില്ലാതെ ജനത്തിന് മനസ്സിലാവുകയും സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ വരികയും ചെയ്യും. ഫ്യൂച്ചറിൽ എക്കണോമിക് ഡിസാസ്റ്റേഴ്സ് പലപ്പോഴും പല വലിയ വലിയ രാജ്യങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അടുത്തൊരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ടെക്നോളജി ആൻഡ് ഇൻഫർമേഷനാണ്. ഈ അതിചാരം സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഒരുപാട് വിഷയങ്ങളിൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്കെടുത്ത് അതിനെ നിരീക്ഷിക്കാം. പക്ഷെ ഇവിടെ മെയിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിവര വിസ്ഫോടനം, ടെക്നോളജി ആൻഡ് ഇൻഫർമേഷനിൽ, അതായത് സാങ്കേതിക വിദ്യയും വിവരവും, ഇൻഫർമേഷൻസ് വരുന്ന സമയത്ത് വ്യാഴം മിഥുനം പോലെയുള്ള രാശിയിലൂടെ കടന്നു പോകുമ്പോൾ, അതിവേഗം നീങ്ങുമ്പോൾ, ഡാറ്റ, പലതരത്തിലുള്ള ഡാറ്റകളുടെയും അതുപോലെ തന്നെ AI ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത വളർച്ചയ്ക്കും കാരണമാകും. കുറേയൊക്കെ അത് നല്ലതാണ്, പക്ഷെ കുറേയൊക്കെ മിസ്ലീഡ് ചെയ്യുകയും ചെയ്യും. ജീവനില്ലാത്ത, ആ ഇമോഷൻസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പ്രത്യേകിച്ച് 2025 അതിചാരം ഗ്രഹണത്തിന് ശേഷം വന്നതുകൊണ്ട് തന്നെ, ചന്ദ്രൻ്റെ രാശിയിലേക്ക്, ഉച്ചരാശിയിലേക്ക് വന്നതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം ഒരുപാട് പേർക്ക്, 10-6 പേർക്ക് എന്നുള്ള കണക്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കും കുറച്ച് കാലത്തേക്ക് ഈ അതിചാര കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇൻഫോഡെമിക് എന്ന് വെച്ചാൽ വ്യാജവാർത്തകളും തെറ്റായ ഇൻഫർമേഷൻസ്, മിസ്ഇൻഫർമേഷൻസ് അതിവേഗം പടരും.
സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഡിജിറ്റൽ അരാജകത്വം ഈ പുതിയ ലോകത്തിൻ്റെ, ഈ അതിചാര കാലഘട്ടത്തിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ടും ന്യൂസ് ചാനലായതുകൊണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോഴത്തേക്ക് ന്യൂസ് ചാനലുകളുടെ ഒരു അപ്രമാദിത്യം നഷ്ടപ്പെട്ടു തുടങ്ങുകയും അവരും ഓരോ ഐഡിയോളജിക്ക് വേണ്ടി ധനം വാങ്ങിച്ച് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള പെയ്ഡ് മാധ്യമങ്ങളായി മാറി. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി കഴിയും. നമ്മളിപ്പം മൊബൈൽ എടുത്ത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ ആ സംസാരിക്കുന്ന അതിലെ വാക്കുകൾക്കനുസരിച്ചുള്ള റീൽസ് ആയാലും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമായി. പല സെറ്റിങ്സും ഓഫാക്കിയിടാൻ മിക്ക ആൾക്കാർക്കും അറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മളൊരു വിഷയം സെർച്ച് ചെയ്താൽ, ഗൂഗിളിലൊരു വിഷയം സെർച്ച് ചെയ്താൽ ആ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും. പണ്ട് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം നമ്മൾ അന്വേഷിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് കച്ചവടക്കാർക്ക് ആ സാധനം വിൽക്കാൻ നമ്മൾ അത് വാങ്ങിക്കാൻ തൽപരരാക്കുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഡിജിറ്റൽ അരാജകത്വം എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ലോകം കടന്നു പോകും. അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു സാധാരണ കാര്യമാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതൊരു ശീലമാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പല കമ്പനികളും പല രാജ്യങ്ങളിലെ ന്യൂസുകളും വരുന്നത് ഇൻഫ്ലുവൻസേഴ്സിനെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ പലരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ധാർമ്മിക ബോധമില്ലാതെ എന്തും ഇൻഫ്ലുവൻസ് ചെയ്ത് അവനവൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടി, അത് അവരുടെ ഒരു മാർഗ്ഗമാണ്, ജീവിതമാർഗ്ഗമാണ്. പക്ഷേ അവിടെ ആ ഒരു ധാർമ്മിക മൂല്യങ്ങൾ വ്യാഴമല്ലേ, ആ ധാർമ്മിക മൂല്യം ഇല്ലാതെ പോകുന്നൊരവസ്ഥ ഈ സമയത്ത് വരും. അടുത്തത് ബിലീഫ് ആൻഡ് ധർമ്മ ആണ്, വിശ്വാസവും ധാർമ്മികതയും. നമ്മൾ ധർമ്മത്തെക്കുറിച്ച് വ്യാഴം ധർമ്മത്തിൻ്റെ ഗ്രഹമാണ്. അതിചാര സമയത്ത് ഭേദതലത്തിൽ, അപ്പം ഭേദതലം എന്ന് പറയുമ്പോൾ ഭൗതിക ലോകത്തിൽ, ഗ്രോസ് വേൾഡിൽ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ അതിവേഗം ചോദ്യം ചെയ്യപ്പെടുകയും പഴയ വിശ്വാസ പ്രമാണങ്ങൾ, ഡോഗ്മാസ് ആൾക്കാർ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതേസമയം ചില ഭാഗങ്ങളിൽ മതപരമായിട്ടുള്ള കടുംപിടുത്തങ്ങൾ, ഫെനറ്റിസം വരികയും അത് നിമിത്തം വലിയ പ്രശ്നങ്ങൾ, വലിയ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും അത് കാരണം കുറേ ആൾക്കാർ ഈ ഡോഗ്മാസിനെ എല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളെ ഒഴിച്ചു വെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ കുറേ ആളുകൾ വിശ്വാസങ്ങളിലേക്കും, ഈശ്വരീയ വിശ്വാസങ്ങളിലേക്കും മതപരമായ വിശ്വാസങ്ങളിലേക്കും മടങ്ങും. കാരണം മാറ്റത്തിൻ്റെ വേഗത അവരെ ഭയപ്പെടുത്തും എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ആ മാറ്റം അവരെ ശക്തമായിട്ട് ഭീതിപ്പെടുത്തും. 10ൽ മാക്സിമം 2 എന്നുള്ള കണക്കിൽ, ആകെയുള്ള ജനസംഖ്യയിൽ 10ൽ 2 എന്നുള്ള കണക്കിൽ, അല്ലെങ്കിൽ 100ൽ 20 എന്നുള്ള കണക്കിൽ, അതൊരു വലിയ നമ്പറാണ്, അതൊരു വളരെ കൂടുതൽ നമ്പറിൽ ആൾക്കാർ റിയൽ സ്പിരിച്വാലിറ്റിയിലേക്കും മനസ്സിന് സമാധാനം കിട്ടുന്ന വിഷയത്തിലേക്ക് പോവുകയും 80% ആൾക്കാർ മാനസിക സംഘർഷങ്ങളിലൂടെ ഏത് പൊസിഷനിലും, എവിടെ ഏത് ജോലി ചെയ്താലും, ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും മാനസിക സംഘർഷങ്ങളിലൂടെ, കടുത്ത മാനസിക പിരിമുറുക്കങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും ഇവർ കടന്നു പോകും. കാരണം അത്രത്തോളം മിസ്ഇൻഫർമേഷൻസും അനാവശ്യ കാര്യങ്ങളും തലയ്ക്കകത്തിരുന്നും സമൂഹവും ചുറ്റുപാടുകളും എല്ലാം കൂടെ ചേർന്ന് ഒരു അരാജകത്വ ലോകത്ത് ജീവിച്ച് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ ഒരു 80% ആൾക്കാരും കടന്നു പോകുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ സാമ്പത്തിക ഇതുകൊണ്ടാവാം, ചിലപ്പോൾ യുദ്ധങ്ങൾ കൊണ്ടാവാം, ചിലപ്പോൾ രാഷ്ട്രീയം കൊണ്ടാവാം, ജോലിയുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, അങ്ങനെ എന്തും ആവാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ അത് കടന്നു പോകാം. പക്ഷെ വളരെ കുറച്ച് പേർ മാത്രം റിയലായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. വ്യാഴം ഒരു ക്ലെൻസിങ് പ്ലാനറ്റും കൂടിയാണ്. അതിൻ്റെ സൂചന, അതിൻ്റെ യാത്രയുടെ തരുന്ന സൂചന എന്ന് പറയുന്നത് അതിങ്ങനെയാണ്. കുറേ മാറ്റങ്ങൾ കുറേ ആൾക്കാരിൽ എത്തിക്കുകയും ചെയ്യും. ഇനിയും ഇതിൻ്റെ ഒരു
മധ്യകാലയളവിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നാവിഗേറ്റേഴ്സ് ഓഫ് കെയോസ്, ഈ ഒരു കെയോസിൻ്റെ നാവിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, ഈ ജെൻ സി, ജെൻ ആൽഫ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പ്, അസ്ഥിരതയുടെ അധിപന്മാർ എന്ന് വേണേൽ പറയാം. അവരായിരിക്കും ഇപ്പോൾ അവരുടെ ഒരു യൗവനം, മധ്യവയസ്സ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2025 മുതൽ 33 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അവരൊരു വിറ്റ്നസ്സിങ് ആണെന്ന് പറയരുത്, അവരതിനെ വിറ്റ്നസ് ചെയ്യുമെന്ന് പറയരുത്, അവർ കാലഘട്ടത്തിൻ്റെ വിറ്റ്നസ്സിങ് ജനറേഷൻ ആണെന്ന് പറയരുത്. അതിനേക്കാൾ ഉപരി അവർ സൈക്കോളജിക്കലിയും സ്പിരിച്വലിയും ഈ ഒരു കാലഘട്ടവുമായിട്ട് ഫോർജ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് വേണേൽ പറയാം. അവരുടെ കോൺഷ്യസ്നെസ് ഫണ്ടമെൻ്റലി വളരെ ഡിഫറൻ്റാണ്. കാരണം അവർ ഈ ഊർജത്തിൽ ജനിച്ചവരാണ്. അവരുടെ ഒരു നേറ്റീവ് എനർജി ഫീൽഡാണ് ഈ പറയുന്ന അതിചാര കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് വളർന്നു വരുന്നത്. ഈ ഒരു ആക്സിലറേഷൻ എൻവയോൺമെൻറ്റിൻ്റെ ഉള്ളിലാണ് അവർ ഗ്രോ ചെയ്ത് വളർന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് അവർ ഈ കെയോസിൻ്റെ ഉൽപ്പന്നമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മാനസികാവസ്ഥ നോക്കാം നമുക്ക്. ആ ഒരു കുട്ടികളുടെ, ആ ഒരു ജനറേഷൻ്റെ അവരുടെ ഒരു രീതി നോക്കാം. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യം അവർക്ക് ഒന്നിലും ഉണ്ടാവില്ല. ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 10-8 എന്ന് വേണേൽ കണക്ക് കൂട്ടിക്കും, അവർക്ക് ജോലി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്ന അവർക്കൊരു അന്യമായ ഒരു കാര്യമായിരിക്കും. മിക്കവാറും അങ്ങനെ വരാനാണ് സാധ്യത. കാരണം 40 വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക എന്നുള്ള പഴയ സങ്കല്പം ഒന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് തന്നെ വരില്ല. 40 years എന്നൊക്കെ ചോദിക്കും. 40 വർഷം അവിടെ ജോലി ചെയ്യുമോ, എന്തിനു വേണ്ടി? അപ്പം എൻ്റെ ലൈഫിൻ്റെ നല്ലൊരു സമയം അങ്ങനെയാവും എന്നുള്ളത്. അപ്പം ആ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു ജോലിയിലേക്ക് ഇവരെയൊക്കെ എടുക്കുമ്പം HR-മാർ, കമ്പനിയുടെ മേലധികാരികളുമൊക്കെ വല്ലാണ്ട് കൈയും കാലും ഇട്ട് അടിക്കുന്ന ഒരവസ്ഥ വരിക. കാരണം സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇവർക്ക് ഒരു ജോലി ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, പണ്ട് നമ്മളൊക്കെ ജോലി ചെയ്യുമ്പം നമുക്ക് എത്രത്തോളം പ്രഷർ തരാമോ അത്രത്തോളം പ്രഷർ തരും, എന്നാലും നമ്മൾ ആ ജോലി കളയാതെ മുന്നോട്ട് പോകും. പക്ഷേ ഇവരങ്ങനെ അധികം കാലം അതിൽ പിടിച്ചു നിൽക്കില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇൻസ്റ്റെബിലിറ്റി, റിലേഷൻഷിപ്പിലും അങ്ങനെ ആ ഒരു സ്റ്റെബിലൈസ് ചെയ്ത ആ സ്റ്റെബിലിറ്റി, പ്രശ്നങ്ങൾ വന്നാൽ അത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. എല്ലാം തികഞ്ഞവരായ മനുഷ്യരില്ല, മനുഷ്യർക്ക് കുറവുകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് സ്ട്രെസ്സുകൾ വരാം, പ്രശ്നങ്ങൾ വരാം, പലതരത്തിലുള്ള കാര്യങ്ങൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, വീട്ടിലെ പ്രശ്നങ്ങൾ വരാം, കുടുംബത്തിലെ വിഷയങ്ങൾ വരാം. അതിപ്പം മിഡിൽ ക്ലാസ് ആയാലും ലോവർ ക്ലാസ് ആണെങ്കിലും അപ്പർ ക്ലാസ് ആണെങ്കിലും ഏത് എലൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിലും പല എലൈറ്റ് ഗ്രൂപ്പുകളിലൊന്നും കാര്യങ്ങൾ പുറത്ത് വരില്ല, അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ എനിക്കിത് പറയാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല ടൈപ്പുള്ള ആൾക്കാർ, എല്ലാ ക്ലാസ്സിൽ പെടുന്ന ആൾക്കാരും കൺസൾട്ടേഷൻ എടുത്തിട്ടുള്ളത് കൊണ്ട് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ എനിക്കറിയാവുന്നത് കൊണ്ടുമാണ് പറയുന്നത്. പലതും അവർ അവരുടെ ഒരു സൊസൈറ്റിയിൽ അവരുടെ ഒരു സ്ഥാനമുള്ളത് കൊണ്ട് ഇവരാരും പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ. സാധാരണക്കാരുടെ ഉള്ളത് പെട്ടെന്ന് പുറത്തറിയും, കാരണം അവർക്ക് അവരുടെ ഒരു സൊസൈറ്റി വളരെ ചെറിയൊരു ലോകത്തായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ, ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി ഇതിനകത്ത് ഇവരുണ്ടാവുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അതുകൊണ്ട് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു പ്രശ്നമാവണമെന്നില്ല. ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് പോവുക, ഒരു 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 റിലേഷൻഷിപ്പിൽ നിന്ന് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവുക, എന്തിൽ നിന്നും അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യാൻ ഉള്ള ഒരു പാട് ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ വരുന്നവർക്ക് അവർക്ക് ആ സ്വിച്ചിങ്, ആ ഒരു വൈദഗ്ധ്യം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, അത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ, പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ടാവും. അങ്ങനെ ഒന്നിൽ നിന്ന് ഒരു കാര്യം മോശമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ തൊഴിൽ എനിക്ക് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ വേഗത്തിൽ തന്നെ തനിക്ക് ചേരുന്ന ഒരു തൊഴിലിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ ഈ ഫീൽഡ് എനിക്ക് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു വേറൊരു മേഖലയിലേക്ക് കുതിച്ച് ചാടുക എന്നൊക്കെ ഉള്ളത്, ആ ഒരു വൈദഗ്ധ്യം അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമുണ്ടല്ലോ, അസ്ഥിരത കൊണ്ടുണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളും ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതായത് ഒരു സ്പീഡ് റൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത്
വേഗം ഒരെണ്ണത്തിലേക്ക് എത്തുന്നു, അതിവേഗം പഠിക്കുന്നു, അതിവേഗം പരീക്ഷിക്കുന്നു, പരാജയപ്പെട്ടാൽ അടുത്തതിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു ജനറേഷൻ ഉണ്ടാവും. ജെൻ ആൽഫ, ജെൻ സി എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഈ അതിചാര കാലയളവിൽ അവരാണ് അതിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ യൗവനയുക്തരായിട്ടുള്ള മനുഷ്യർ. അതായത് ഈ ജനറേഷൻ എന്ന് പറയുന്നത്, അതായത് ന്യൂജെൻ എന്നൊക്കെ പറയുന്നത് അവരാണ്. അത് നമുക്ക് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും പല കുട്ടികളെയും കാണുമ്പോഴാണ്, ഇപ്പം എനിക്കൊക്കെ ആണെങ്കിലും ഞാൻ പല കുട്ടികളെയും മനസ്സിൽ 28 പല കുട്ടികളെയും പല കാര്യങ്ങളും കാണുമ്പോഴാണ് അങ്കിൾ ആയി എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ മനസ്സിൻ്റെ ചെറുപ്പം കൊണ്ടൊന്നും കാര്യമില്ല. ആ ജനറേഷൻ മാറി, ആൾക്കാർ മാറി തുടങ്ങി, കുട്ടികൾ മാറി തുടങ്ങി. കുട്ടികളുടെ ഒരു രീതികൾ അങ്ങനെയാണ് എന്നുള്ളത്. അതിന് ഈ അതിചാരം വളരെ ആ വ്യാഴത്തിൻ്റെ ആക്സലറേഷൻ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി അടുത്തത് എങ്ങനെയായിരിക്കും വാല്യൂസ് ആൻഡ് ബിലീഫ് സിസ്റ്റം. അതിചാര കാലഘട്ടത്തിലുള്ള ആളുകളുടെ വാല്യൂസ് മൊത്തത്തിൽ, എന്നാലും ഈ ആ ഒരു ജനറേഷന് എങ്ങനെയായിരിക്കും, ന്യൂജൻസ് എങ്ങനെയായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എല്ലാവർക്കും കൂടിയാണ്, എന്നാലും കൂടുതലും ഞാൻ അവരെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുകയാണ്. അവരെയും കൂടെ ഒന്ന് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം ആ കുട്ടികളിലാണ്. അവരുടെ എങ്ങനെയായിരിക്കും ഒരു പുതിയ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും. കാരണം എനിക്ക് മുന്നേ പോയവരും അതിന് മുമ്പ് പോയിട്ടുള്ളവരൊക്കെ അവരുടേതായ നിരീക്ഷണങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എൻ്റെ സമകാലീനരായിട്ടുള്ളവരും ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ള ജീവിതങ്ങളും ഒക്കെ എനിക്ക് കുറേയൊക്കെ നിരീക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ. പക്ഷേ എനിക്ക് ഇനി മനസ്സിലാവാത്തത് അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികൾ എങ്ങനെയാണ്, അവരുമായിട്ട് കൂടുതൽ ഇടപെടുക, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ അവരെങ്ങനെയായിരിക്കും ലോകത്തെ കാണുന്നതെന്നൊക്കെയാണ്. അപ്പോൾ വാല്യൂസ് ആൻഡ് ബിലീഫ്സ് പുതിയ തലമുറയ്ക്ക് പഴയ കർക്കശമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളെ, റിജിഡായിട്ടുള്ള ഡോഗ്മാസിനെ പൂർണ്ണമായിട്ടും നിരസിക്കുന്ന ഒരു രീതിയിലേക്ക് ഇവർ വരും. വ്യാഴം അതിവേഗം സഞ്ചരിക്കും ആയതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെ, പ്രത്യേകിച്ച് പഴയ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കസ്റ്റം ബേസ്ഡ് മാരേജുകൾ, കസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ഇപ്പം അച്ഛനമ്മമാർ പ്രാർത്ഥിക്കുന്നില്ല, മക്കളോട് പ്രാർത്ഥിക്കാൻ പറയുക, അച്ഛനമ്മമാർ ധാർമ്മികപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, എന്നിട്ട് മക്കളോട് നന്നായിട്ട് ധാർമ്മികരാവാൻ പറയുക, അച്ഛനും അമ്മയൊക്കെ നന്നായി മദ്യപിക്കുന്നവരാണെങ്കിൽ അവർ മക്കളോട് മദ്യപിക്കരുതെന്ന് പറയുക. ഇങ്ങനെയൊക്കെ പറയുമ്പം കഴിഞ്ഞ ഒരു തലമുറയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇതൊന്നും ശരിയല്ല, അച്ഛൻ ചെയ്തത് ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിച്ച് മാറാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേരും, പലരും അച്ഛന്മാർ നന്നായിട്ട് മദ്യപിച്ചു കൊണ്ടുണ്ടാക്കിയ വിഷയങ്ങൾ കാരണം മദ്യപിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കി ഇടപെട്ടിരുന്ന ഒരു ജനറേഷനുണ്ട്. അപ്പോൾ അത് മാറിയിട്ട് തിരിച്ച് കൃത്യമായിട്ട് പഴയ തലമുറയുടെ കർക്കശമായിട്ടുള്ള അവർ ചെയ്യാതെ പറയുന്ന പൊള്ളയായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളെ കുട്ടികൾ നന്നായിട്ട് എതിർക്കും. ആ പഴയ ജ്ഞാനത്തിൽ അവർക്ക് താല്പര്യമില്ലാതെ വരികയും അവർ വളരെ കൃത്യമായി അത് ഇങ്ങനെ പറയുകയും ചെയ്യും. എനിക്കിപ്പം ഇത്രയും പ്രായമായി, അപ്പം ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറയാൻ പോകുമ്പം അത്രയും ബഹുമാനത്തോടു കൂടിയും അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നമ്മളൊരു കാര്യം അവതരിപ്പിക്കുന്നത്. അച്ഛൻ അതിങ്ങനെ വേണം, അതിങ്ങനെ ചെയ്താൽ കൊള്ളാം. ഇപ്പോൾ അച്ഛൻ വളരെ മൂശാട്ടയോടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അത് കേട്ടുകൊണ്ട് നിന്ന് അതിനെ വളരെ ക്ലീനായിട്ട് അതെങ്ങനെയെങ്കിലും പറഞ്ഞത് സാധിച്ചെടുക്കാൻ നോക്കും. നമ്മുടേതായ രീതിയിൽ കൊണ്ടുവരാൻ നോക്കും. അത് പറഞ്ഞ് സ്നേഹത്തോടൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ആ പഴയ ഞാനിതിൽ അവരുടെ സ്റ്റാൻഡ് അവർ വളരെ കൃത്യമായിട്ട് പറയും. അവരുടെ വ്യക്തിത്വം അവർ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും എന്നുള്ളതാണ് കാര്യം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജെൻസി അല്ലെങ്കിൽ ആൽഫ അവരുടെ ഒരു മെച്യൂരിറ്റി കാലഘട്ടം വരുമ്പോൾ എന്ന് പറയുന്നത് അവർ ആധികാരികമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അന്വേഷിക്കും എന്നുള്ളതാണ്. അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ആധികാരികമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അന്വേഷിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ സ്പിരിച്വലായിട്ടുള്ള ഒരാളല്ലേ, അപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലേ നമ്മുടെ വിഷയം, അസ്ട്രോളജിയൊക്കെ. അപ്പം ആത്മീയതയെ ഇഷ്ടപ്പെടുന്ന ഒരു ജെൻ ആൽഫ, ജെൻ സി അല്ലെങ്കിൽ ആ ഒരു കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിലുള്ളവരാണെങ്കിൽ വളരെ ഓതൻറ്റിക് ആയിട്ടുള്ളതും
അതുപോലെ അവരുടെ പേഴ്സണാലിറ്റിയായിട്ട് ചേരുന്നതുമായിട്ടുള്ള ആൾക്കാരെ വളരെ കൃത്യമായിട്ട് തേടുകയും വ്യാജ ഗുരുക്കന്മാരെയും പൊള്ളയായ ആചാരങ്ങളെയും അവർ എളുപ്പത്തിൽ തിരിച്ചറിയുകയും തള്ളിക്കളയുകയും ചെയ്യും എന്നുള്ളതാണ്. നല്ല രീതിയിൽ അതൊരു നല്ല കാര്യവും കൂടിയാണ്. കാരണം പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റി, അസ്ട്രോളജി, ഹീലിംഗ് ഇപ്പോൾ ഒരു രസം പോലെയാണ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്. ഫ്രൈഡേ സാറ്റർഡേ ഒരു ഹീലിംഗ് സെഷനുണ്ട്, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോവുക എന്നുള്ളത് ട്രോമ ഹീലേഴ്സിനും അസ്ട്രോളജേഴ്സിനും പൂജാരിമാർക്കും പ്രീസ്റ്റുകൾക്കും ഒക്കെ ഉള്ളൊരു വലിയ വലിയ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ, അതുകൊണ്ടൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം ഗുണമുണ്ടാകുന്നു എന്നുള്ളത് വേറെ. പക്ഷേ അതിനേക്കാൾ ഉപരി ദോഷമുണ്ടാകുന്ന ഒരുപാടുണ്ട്. അത് ആൾക്കാർ നിസ്സഹായരായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി എത്തിപ്പെടുന്നതാണ്. പക്ഷേ അതിനെയൊക്കെ കീറി മുറിച്ച് ഓതൻറ്റിക്കായിട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സണൽ സ്പേസുമായിട്ട് കണക്റ്റ് ആവുന്ന ആൾക്കാരിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തുകയും അല്ലാത്ത ഈ പൊള്ളയായ ആചാരങ്ങളെയും വ്യാജ ഗുരുക്കന്മാരെയും റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ഇവർ തള്ളിക്കളയും. റിലീജിയസ് ആചാരങ്ങൾ ഇപ്പം നമ്മൾ പറയുന്ന പോലെ പ്രാർത്ഥിക്കുക, അമ്പലത്തിൽ പോവുക അങ്ങനെയുള്ളതല്ല. അല്ലാതെ ഈ അടിച്ചേൽപ്പിക്കലുകളുണ്ടല്ലോ, ആ അടിച്ചേൽപ്പിക്കലുകൾ ഈ കാലഘട്ടത്തിൽ വരും. ഇപ്പോൾ ഉള്ളൊരു കാലഘട്ടത്തിൽ വരും. വളരെ കടുത്ത മതമൗലികവാദങ്ങൾ, മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ജാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇപ്പം ഏത്തിസം ആണെങ്കിൽ അതിൻ്റെ ആ ഏത്തിസം എന്ന് പറയുന്ന ഒരു വർഗീയത, അതേപോലെ ഈ മതമൗലികവാദികളുടെ വർഗീയത, അതേപോലെ തന്നെ ഇപ്പം മെഡിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ സയൻറ്റിഫിക് അടിമകളായിട്ടുള്ള അവരുടെ ഒരു ബിസിനസ് രീതികൾ, ഇതെല്ലാം കുട്ടികൾ തള്ളിക്കളയുന്ന ഒരു കാലം വരും. കാരണം ഇപ്പോഴത്തെ ഒരു കുട്ടികൾ അവർക്ക് ഇപ്പം അത് ചിലപ്പോൾ ഇപ്പം അവർ വളരെ സ്ട്രൈറ്റ് ആയിട്ട് അവരുടെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ട് തന്നെ അവർ വേറൊരു രീതിയിലായിരിക്കും ഇതിനെയൊക്കെ കാണുന്നത്. പക്ഷേ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് അവർ പുറത്തേക്ക് ചാടുന്ന ഒരവസ്ഥ, ഒരു ക്ലെൻസിങ് 2033 ആയിട്ട് ഇത് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ലോകം വേറൊരു ഡയമെൻഷനിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്നറിയോ, ഇൻസ്റ്റെബിലിറ്റിയിലൂടെയാണ് ഇവർ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു വിഷയമാവത്തില്ല. അതിൽ നിന്ന് അവർ സ്റ്റെബിലൈസ് ചെയ്ത് എടുക്കുന്ന ഒരു തലമുറ അവർക്ക് ശേഷം വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ കാലയളവിലെ നീതിബോധം, സെൻസ് ഓഫ് ജസ്റ്റിസ്, ഇവരുടെ നീതിബോധം, പ്രത്യേകിച്ച് പുതിയ ജനറേഷനിലൊക്കെ വരുന്ന കുട്ടികൾക്ക് നീതിബോധം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കും. ക്ഷമയില്ലാത്തതും വളരെ പെട്ടെന്ന് പ്രതികരിക്കും. കാരണം എന്ന് വെച്ചാൽ ക്ഷമയുടെ കാരകനാണ് വ്യാഴം അതിചാരത്തിൽ പോകുമ്പോൾ തന്നെ ക്ഷമയില്ലാത്ത അവസ്ഥ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഴയ അധികാര ഘടനകളെ, ഹൈറാർക്കീസിനെ അവർ ബഹുമാനിക്കാതാവും. അതുപോലെ തന്നെ ക്യാൻസൽ കൾച്ചർ പോലുള്ള പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരായ അതിവേഗത്തിലുള്ള ഡിജിറ്റൽ പ്രതികരണങ്ങളും പല കാര്യങ്ങളുമൊക്കെ ഇവർ ക്യാൻസൽ കൾച്ചർ പോലുള്ള പ്രതിഭാസങ്ങൾ ഇതിൻ്റെ ഭാഗമാണ്. അനീതിക്കെതിരായിട്ടുള്ള അതിവേഗത്തിലുള്ള ഡിജിറ്റൽ പ്രതികരണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ്. ഇത് പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാൻ, പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് പഠിക്കാൻ. ഇതൊരു തുടക്കം എന്നുള്ള രീതിയിൽ വേറൊരു ഡയമെൻഷനിൽ അസ്ട്രോളജി പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനും പുതിയൊരു ഡയമെൻഷനിൽ ചിന്തിക്കാനും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഒരു ദോഷമുണ്ട്, അവിടെ ആരോ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങൾക്കപ്പുറമായി, അതൊക്കെ പ്രശ്നം പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു ഗ്രോസ് ലെവലിലുള്ളതിനപ്പുറമായി പാസ്റ്റ് ലൈഫിനെ കുറിച്ചും കർമ്മബന്ധങ്ങളെക്കുറിച്ചും കാർമിക് കണക്ഷൻസിനെ കുറിച്ചും കർമ്മഫലത്തെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ജീവിതത്തെ നമ്മുടെ ആലോകേതി ലോകം, അപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഋഷിമാർ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളതും, മോക്ഷത്തിന് എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തെന്നും, ശാന്തിക്കും സമാധാനത്തിനും എന്തുകൊണ്ടാണ് ഈ മണ്ണ് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തതെന്നും ഒക്കെ ഉള്ളത്
മനസ്സിലാക്കിക്കൊണ്ട് ഈ നമ്മൾ അതിചാരത്തെ കാണുകയും ജനറേഷനെ കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു തലത്തിൽ അസ്ട്രോളജിയെയും കാണാൻ കഴിയും. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും കിടക്കുന്ന പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യുന്നു. താൽക്കാലികമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല ഇന്നലകൾ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ കണ്ട പല പരസ്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പം പഴയത് നമ്മൾ മറന്നു പോകുന്നു. അത് മാറാതെ നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് ഈ ഓവറായിട്ടുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് മാറി വേണ്ടത് മാത്രം. ലൈഫ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ആയി വരികയാണ്. മൊത്തത്തിൽ അങ്ങനെയാണ്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, വലിയ മാള് പോലെ, ഹൈപ്പർ മാർക്കറ്റ് പോലെയാണ്. വലിയൊരു ബിസിനസ് സാമ്രാജ്യമായി മാറുകയാണ് നമ്മുടെ ചുറ്റുപാട്. അതിൽ നിന്ന് വേണ്ടത് മാത്രം ചൂസ് ചെയ്യുക. പല തരത്തിലുള്ള ഓഫറുകൾ കാണും, പല തരത്തിലുള്ള കാര്യങ്ങൾ കാണും. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് വേണ്ടത് മാത്രം എടുത്ത് ഒതുങ്ങിക്കൂടി അവനവൻ്റെ സന്തോഷങ്ങളിലൂടെ ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അവനവൻ്റെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ യാത്രക്കിടയിൽ ഞാനിപ്പം ഐവർ മഠം എന്ന് പറയുന്ന സ്ഥലത്തൂടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് അവിടെ ഐവർ മഠത്തിൽ ജോലി ചെയ്യുന്ന, അതായത് ശവം ദഹിപ്പിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. എത്ര വലിയവനായാലും ചെറിയവനായാലും 3 മണിക്കൂറിലെ അഗ്നി കൊണ്ട് തീരും. പുള്ളി പറഞ്ഞ് കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ, അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇച്ചിരി താമസിക്കും. അല്ലാത്തവരാണെങ്കിൽ ഇവിടെ എരിഞ്ഞടങ്ങും 3 മണിക്കൂർ കൊണ്ട്. അപ്പം ഞാൻ അത് ഇരുന്ന് പലപ്പോഴും വാരണാസിയിലും അവിടെ ഇവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് ജീവിതത്തിൻ്റെ നിസ്സഹായത, ജീവിതത്തിൻ്റെ അവസാനം എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും എന്ത് നേടിയാലും നമ്മളുടെ ഒരു പോയിൻ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ അതിചാരം, ദൈവാധീനത്തിൻ്റെ കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഈ അതിചാരം നടക്കുന്ന സമയങ്ങളിൽ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചാൽ, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ സാധിച്ചാൽ, ആക്സിലറേഷൻ ടൈമാണ്, അതിചാരകാലമാണ്, സ്പിരിച്വൽ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. സ്പിരിച്വൽ സോളുകൾക്ക്, സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ റിലീജിയസ് അല്ല, അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ഏതുമായിക്കോട്ടെ, ഇതല്ല വിഷയം. ആ ബുധൻ്റെ കാരകത്വത്തിലുള്ള ഇൻഫർമേഷൻ, റിലീജിയോ എന്ന വാക്കിൽ നിന്നുണ്ടായ റിലീജിയൻ എന്നുള്ളതിനപ്പുറമായി, അതിൻ്റെ മാനദണ്ഡങ്ങളെക്കൊക്കെ അപ്പുറമായി, ആ പൊള്ളയായ ആ മാനദണ്ഡങ്ങൾക്ക് അപ്പുറമായി, അതിൻ്റെ രാഷ്ട്രീയമോ അതിൻ്റെ മത മേലധികാരികളുടെ ബലമോ ത്തിനൊക്കെ അപ്പുറമായി നിങ്ങളുടെ ഹൃദയവും ആത്മാവുമായിട്ടുള്ള ഡയറക്റ്റുള്ള ബന്ധം, അത് ഈവൻ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന സബ്ജക്റ്റിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ ഒരു സംഘടനാ പാടവത്തിനും സംഘടനാ രീതികൾക്കും സംഘടനകളുടെ ലക്ഷ്യങ്ങൾക്കും ഇരയാവാതെ, മതത്തിൻ്റെ ആയിക്കോട്ടെ, ഇതൊരു മതമാണ്, ഇരയാവാതെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നന്നായി ചെയ്ത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വസ്ഥമായി സന്തോഷമായി സമാധാനമായിട്ട് മുന്നോട്ട് പോവുക. ഈ അതിചാരകാലം നന്നായി വിനിയോഗിക്കാൻ കഴിയട്ടെ. ക്രിയേറ്റേഴ്സിന്, സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരുപാട് ഐഡിയാസ് എല്ലാ മേഖലയിലും വളരെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ ജനിക്കുന്ന ഒരു കാലഘട്ടമാണ്, ഉണ്ടാവുന്ന അവരുടെ ഐഡിയാസ് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ പോയാൽ വളരെ വേഗത്തിൽ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും അത് നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. ഇപ്പം നമ്മുടെ മേഖല സ്പിരിച്വാലിറ്റി ആയതുകൊണ്ട്, അസ്ട്രോളജിയൊക്കെ ആയതുകൊണ്ട് ആ വിഷയം പഠിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനെ ആത്മാർത്ഥമായിട്ട് ആ വിഷയത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആവാഹിക്കുകയും ചെയ്താൽ നേച്ചർ, ദൈവാധീനത്തിൻ്റെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അത് അനുഗ്രഹിച്ച് തരികയും ചെയ്യും. അപ്പം നമുക്ക് ഈ വിഷയം നമുക്കൊന്ന് ഉപസംഹരിക്കാം. ചുരുക്കത്തിൽ വ്യാഴം അതിൻ്റെ അതിചാരത്തിലൂടെ നമ്മെ ഒരു പുതിയ ലോകത്തേക്ക് തള്ളിവിടുകയാണ്. ഈ ലോകം നിർവചിക്കപ്പെടുന്നത് ആക്സിലറേഷൻ, സ്പീഡ് കൊണ്ടാണ്. ഈ ലോകത്തെ നയിക്കാൻ ജനിച്ചവരാണ് പുതിയ തലമുറ
എന്നാണ് എൻ്റെ വിശ്വാസം. അവർ ഈ വേഗതയിൽ ജീവിക്കാൻ കഴിവുള്ളവരാണ്, നമ്മളെക്കാട്ടിലും കപ്പാസിറ്റി ഉള്ളവരാണ് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതിചാരം എപ്പോഴും ഒരു അപകടമുണ്ടാക്കുന്നത്, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാലഘട്ടങ്ങളിൽ ഒരു അതിചാരം ഉണ്ടാക്കുന്ന ഒരു അപകടം എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, സൂപ്പർഫിഷ്യാലിറ്റി, ആഴക്കുറവ്, ജീവനില്ലായ്മ, ആത്മാർത്ഥതയില്ലായ്മ ഒരു വലിയ അപകട സാധ്യതയാണ്. അത് പഠനത്തിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ആധ്യാത്മികതയിലായിക്കോട്ടെ, എന്തിലും ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള, സ്വിച്ച് ചെയ്യാനുള്ളൊരു രീതി, ഒന്നിൽ നിന്നൊന്നിലേക്ക് ഇങ്ങനെ മാറാനുള്ളൊരു ടെൻഡൻസി, അത് മാറ്റി ഒരുപാട് അറിവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും, ഒരുപാട് വിവരം നിങ്ങൾക്കുണ്ടായിരിക്കും, ഒരുപാട് സാങ്കേതിക മികവുള്ള ഒരു ലോകത്താണ് നിങ്ങൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആ ടെക്നിക്കലായിട്ട് ഒരുപാട് കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അതിനനുസരിച്ച് ഇമോഷണൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാതിരിക്കുക, അതിന് വില കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചുറ്റുപാടുമുള്ളതിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് എത്തി ആ ജ്ഞാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എനിക്കൊന്നും 10ൽ 2 എന്നുള്ളൊരു കണക്ക് പറഞ്ഞ അതാണ്. വലിയ വെല്ലുവിളിയാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. ഈ ഓടുന്ന ലോകത്ത് അമാനുഷികതയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യന്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഒരു കാലത്ത്, അങ്ങനെ അതിലേക്ക് വളരുന്ന ഒരു കാലത്ത്, ജീവിത മൂല്യങ്ങൾക്ക് വില കുറയുന്ന ഒരു കാലത്ത്, ധനത്തിനും സെൽഫിഷ്നെസ്സിനും മാത്രം വില വരുന്ന ഒരു കാലത്ത്, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാണ്. കമ്മ്യൂണിക്കേഷൻ, ധനം എന്നൊക്കെ പറയുന്നത്, ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്നതും ബുധനാണ്, വൈശ്യനാണ്. അപ്പോൾ അവിടെ നമ്മൾ കോർപ്പറേറ്റ് ഇൻ്റർവ്യൂവിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ സംസാരിക്കുന്ന മീറ്റിങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ, വെറുതെ ഒരു ചിരി കാണും. ഭയങ്കര ചിരിയും ഭയങ്കര രീതികളും ഭയങ്കര ഇടപെടലും ഒക്കെ ആയിരിക്കും. ശരിക്കും ആത്മാർത്ഥയും ധാർമ്മിക മൂല്യമുള്ള ഒരാൾ ഇത് കാണുമ്പോൾ അവർക്കുള്ളിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകും. ഗതികേട് കൊണ്ടാണ് പലരും അങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്നത്. അപ്പം ഈ അസ്ഥിരമായ ലോകത്ത് ധർമ്മത്തിൻ്റെ ആഴത്തിൽ വേരുള്ളവർക്ക് മാത്രമേ ഈ കെയോസിനെ അതിജീവിക്കാൻ കഴിയൂ. അതേത് പ്രായത്തിൽപ്പെട്ടവർക്കാണെങ്കിലും. അതുകൊണ്ട് ഈ കാലഘട്ടം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവേശ്വരകാരകനായ വ്യാഴം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിൻ്റെ ഒരു അതിചാരത്തിൻ്റെ ഒരു കാലയളവ് കൂടെ അടുത്ത വീഡിയോയിൽ പറയാം. അതോടുകൂടി നമുക്ക് അതിചാരം തൽക്കാലമായിട്ട് നമുക്ക് നിർത്താം. അതിനുശേഷം നമ്മുടെ 7th ഹൗസിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങാം. നമസ്കാരം.